ആധാർ നമ്പറും വോട്ടർ ഐഡിയും ബന്ധിപ്പിക്കാൻ വിസമ്മതിക്കുന്നവർ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകേണ്ടി വരും. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് മുമ്പാകെയാണ് ഹാജരാകേണ്ടി വരിക. എന്തുകൊണ്ട് ആധാർ നമ്പർ കൈമാറുന്നില്ല എന്ന് ഓഫീസറോട് വിശദീകരിക്കേണ്ടി വരും. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മോത്തി, ഈ വോട്ടർ പട്ടികയിൽ പേരുകൾ ഇരട്ടിക്കുന്നത് തടയുന്നതിനായി ആധാറും അതുപോലെ തന്നെ ഈ വോട്ടർ ഐഡിയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇത് നിർബന്ധമാക്കില്ല എന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആഭ്യന്തര മന്ത്രാലയത്തിലെയും IT മന്ത്രാലയത്തിലെയും അതുപോലെ തന്നെ UID ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് ആധാർ നമ്പർ നൽകാത്തവർക്ക് സംബന്ധിച്ചുള്ള കാര്യത്തിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തത്. ആധാർ നമ്പർ ഒരാളുടെ അടുത്ത് നിർബന്ധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് നൽകില്ല എങ്കിൽ അവർ ഇലക്ട്രൽ ഓഫീസറുടെ മുമ്പാകെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിക്കണമെന്ന ഒരു ശുപാർശയ്ക്കാണ് ഇപ്പോൾ ഈ യോഗത്തിൽ തത്വത്തിൽ ധാരണയായിരിക്കുന്നത്. അതായത് അവർ ഈ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി എന്തുകൊണ്ട് തങ്ങളുടെ ആധാർ നമ്പർ കൈമാറാൻ വേണ്ടി കഴിയില്ല എന്നത് സംബന്ധിച്ച് ഉള്ള വിശദീകരണം രേഖാമൂലം നൽകണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഈ നിർദ്ദേശം നടപ്പിലാക്കിയിട്ടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾക്ക് ശേഷം ഈ ഒരു നിർദ്ദേശം നടപ്പിലാക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്.